ഇത് വെറും ഒരു കൊളുക്കുമല യാത്രയല്ല, എന്റെ കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കൂടിയാണ്. KSRTC എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വെറും ഒരു വാഹനമല്ല അല്ലെ. നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തില് നമ്മളെ വളർത്തിയെടുത്തതിലെ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവര്. AC ഇല്ല, ലക്ഷറി ഇല്ല, ആഡംബരങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നാലും KSRTC എന്ന് കേൾക്കുമ്പോ കുറച്ച് വികാരം വരൂലേ. വികാരത്തിനപ്പുറം കുറച്ച് വിശ്വാസം കൂടുതലാണ്. ഇനി എന്റെ വീട്ടിലോട്ട് വരാണെങ്കിലോ, എന്റെ അപ്പച്ചൻ ഒരു KSRTC ഡ്രൈവർ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന തലമുറയിൽപ്പെട്ട എൻ്റെ അങ്കിള് ഒരു KSRTC കണ്ടക്ടറാണ് കേട്ടോ. സോ ഞങ്ങൾക്ക് ഈ KSRTC എന്ന് പറയുന്ന കാര്യം ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ചാലക്കുടി ഡിപ്പോയിൽ നിന്നും ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടക്ടർ ചേട്ടൻ നമുക്ക് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം തരുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇടയിൽ വെച്ച് നമുക്ക് ചായ കുടിക്കാനും അതേപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തി നിൽക്കുന്നത് ഇമ്മാനുവൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മൾ ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം ഇറങ്ങിയപ്പോൾ, അതായത് നമ്മൾ എൻ്റെ ചെക്കനെ കാണാണ്ടായില്ലോ, അവിടെ ഉണ്ട്. അത്യാവശ്യം ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്താ തണുക്കുന്നുണ്ടോ? തണുപ്പില്ല. എന്താ അമ്മ ഗ്ലൗസ് വരിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇറങ്ങിയ സമയത്തായിരുന്നു നല്ല തണുപ്പ്. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് അതുമ്പൊന്നും ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ചായ കുടിക്കട്ടെ കേട്ടോ. നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഓരോ ചെറിയ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ വട്ടം നാട്ടിലെത്തിയിട്ട് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ച ഒന്നായിരുന്നു ഈ അരിമുറുക്ക്. അപ്പൊ അതും ഞാൻ കഴിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീപ്പുകൾ ഓരോന്നായിട്ട് വരാനായിട്ട് തുടങ്ങിട്ടോ. ഏകദേശം 2000-ൽ പരം ജീപ്പുകളാണ് കൊളുക്കുമലയിലെ സൂര്യോദയം കാണാനായിട്ട് ആൾക്കാരെയും കൊണ്ട് പോകുന്നത്. KSRTCക്ക് മാത്രമായിട്ട് ഏകദേശം 6 മുതൽ 7 ജീപ്പുകൾ വരെയാണ് അവർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീപ്പിന്റെ ഊഴവും കാത്തു നിന്നുട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുള്ള ഏറ്റവും കഠിനമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഗംഭീരവുമായിട്ടുള്ള ഓഫ് റോഡ് യാത്രയായിരുന്നു ഈ കൊളുക്കുമല യാത്ര എന്ന് പറയുന്നത്. 40 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെയാണ് ഈ ഒരു ഓഫ് റോഡ് യാത്ര നീണ്ടു നിൽക്കുന്നത്. 2000-ൽ പരം ജീപ്പുകൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അവർക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടി ഈ ഒരൊറ്റ വഴി മാത്രമാണ് ഉള്ളത്. സോ അവിടുത്തെ തിക്കും തിരക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഇരുട്ടത്ത് ഈ ജീപ്പിന്റെ 2 ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തില് ഒരു കല്ലുമ്മ നിന്നും അടുത്ത കല്ലുമ്മലേക്ക് ചാടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്രാട്ടോ. ഇതിന്റെ ഭീകരത നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ കൊക്കയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. ജീപ്പ് ഇറങ്ങി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡില് മേഘക്കെട്ടുകളാൽ നിറഞ്ഞ ഒരു താഴ്വാരവും അപ്പുറ സൈഡില് മേഘങ്ങളുടെ പൊടി പോലും ഇല്ലാത്ത ഒരു താഴ്വാരവും നമ്മൾ കണ്ടു കേട്ടോ. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും സൂര്യൻ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഓരോ ജീപ്പ് വന്നിറങ്ങുമ്പോഴും അതിൽ ഒരു ലോഡ് ആൾക്കാരും വന്നിറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. സൂര്യന്റെ കിരണങ്ങൾ പൊന്തി വരുന്നതിനനുസരിച്ച് കാണാൻ നിൽക്കുന്നവരുടെ സന്തോഷങ്ങളുടെ ആർപ്പുവിളി നമുക്ക് കേൾക്കായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടില് ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടായിട്ട് അത് കാണാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. എസ്പെഷ്യലി ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ. അത് നമുക്ക് പോയി കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണ്ടേ. ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ജനങ്ങളുടെ തിരക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് അങ്ങടോ ഇങ്ങടോ സ്ലിപ്പായാൽ താഴെ പോവാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ എല്ലാവർക്കും ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കണ്ട് നമ്മൾ പതിയെ ജീപ്പിന്റെ ഭാഗത്തേക്ക് നടന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു ചെറിയ വഴി കൂടെയാണ് നമ്മൾ ഈ മോളിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. നമ്മുടെ ജീപ്പുകാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്ക് ആള് കൊണ്ടുവന്ന് വിട്ട സ്ഥലത്ത് എത്താനായിട്ട്. സോ നമ്മൾ 6:45 ആള് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കേസ്, ഇവിടെ നിന്ന് ജീപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീപ്പ് കിട്ടില്ല. രണ്ടാമത്തെ കേസ്, നമ്മൾ എപ്പോഴും ഒരു ടൂർ പോകുമ്പോൾ അവർ പറയുന്ന സമയങ്ങളിൽ എത്താൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും അതിന്റെ ബെസ്റ്റ് ടൈമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് സൂര്യോദയം നമ്മൾ സൂര്യോദയത്തിന്റെ സമയത്ത് തന്നെ കാണണല്ലേ. നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ആ പറയുന്ന സമയങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഏതൊരു ടൂറിന്റെയും വിജയം കേട്ടോ.
അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയും നമ്മൾ വന്ന വഴി തന്നെയാണ്. തേയിലത്തോട്ടത്തിന്റെ നല്ല വീഡിയോസ് എനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജീപ്പിന്റെ ആട്ടം കാരണം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഫുൾ ഷേക്ക് ആയിട്ടായിരുന്നു വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഈ തേയിലത്തോട്ടത്തിന്റെ നടുക്കിൽ കൂടെയുള്ള ഈ ജീപ്പ് യാത്ര അടിപൊളി തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് രാവിലെ വന്നിട്ട് ബ്രഷ് ചെയ്യുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് നമുക്ക് കൊളുക്കുമല പോയിട്ട് സംഭവങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നും കൂടി ഫ്രഷ് ചെയ്യണം, പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 8:30 ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വരും. അപ്പോൾ ഇപ്പോൾ ഓരോ ജീപ്പിൽ നിന്നുള്ള ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ജീപ്പ് ഡ്രൈവർ ഭയങ്കര ഒരു മാസമായിരുന്നു കേട്ടോ. മറ്റേ അജിനൊരു വലിയ ആ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ 45 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ എടുക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ അതിന് മുൻപേ അവിടെ എത്തി. ഞങ്ങൾ ഒരു 7-8 ജീപ്പൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടാണ് പോയത് അല്ലേ. പക്ഷെ ഞങ്ങൾ അതേപോലെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് 8:30 ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ശരിക്കും കണ്ടിട്ടില്ല, കാരണം ഇന്നലെ ഓൾറെഡി ഇരുട്ടത്താണ് നമ്മളെല്ലാവരും കയറിയത്. പിന്നെ എല്ലാവരും ഉറക്കപ്പിച്ചിലായിരുന്നല്ലോ. സോ നമുക്ക് ഇന്ന് ചിലപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പരിചയപ്പെടാം. പക്ഷേ ഇന്നലെ പേരൊക്കെ പറഞ്ഞു, എവിടെ നിന്നാണ് വരണേന്ന് പറഞ്ഞു, പിന്നെ എത്ര വട്ടം KSRTCയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഉല്ലാസയാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റത്തെയാണ് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഗവിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഉല്ലാസയാത്രയൊന്നുമല്ല, സാധാരണ ഗവി നമ്മുടെ സിനിമയിൽ കാണുന്നില്ലേ അതേപോലെ ബസ്സിൽ കയറി അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു, അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. സോ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ കാണാം. മാനുവൽ ഹോം സ്റ്റേ ആണ് നമ്മുടെ ഹോം സ്റ്റേ. സൂര്യനെല്ലിയിലാണ് ഉള്ളത്. നമുക്ക് കൊളുക്കുമല ജീപ്പ് സഫാരി മോർണിംഗ് 4:30 പോകും. ഞങ്ങൾക്ക് 5 റൂംസ് ആണുള്ളത്. അതിൽ 4 പേർക്ക് 1500 ഒരു റൂമിൻ്റെ റേറ്റ്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ രാവിലെ മോർണിംഗിൽ 4:30 കൊളുക്കുമലയ്ക്ക് ജീപ്പ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ 1-ാം തീയതി തൊട്ട് ഓൺലൈനാണ്. അത് നമ്മൾ സൈറ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ കൊളുക്കുമല അല്ലാതെ ഉള്ളത് പാന്ത ഹിൽസ് എന്ന് പറഞ്ഞ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പേയ്മെന്റ് ഒന്നും ആവത്തില്ല, നിങ്ങൾക്ക് നടന്ന് കയറി പോകാം. നല്ല വ്യൂ ഉണ്ട് അവിടെ. അത്യാവശ്യം ഇനി ജീപ്പ് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും. ഇല്ല പിന്നെ ആനയിറങ്കൽ ഡാം ഉണ്ട്. ഡാമിൽ നല്ല അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ സിപ്പ് ലൈന്, കയാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജീപ്പിൽ പോണ വഴിക്ക് അതെ ഉണ്ട്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെ മേലി കൊളുക്കുമല ഉണ്ട്. അത് ഒരാൾക്ക് 3000 അങ്ങനെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. അവരിവിടുന്ന് പിക്ക് ചെയ്ത് മേലെ കൊണ്ടുപോകും, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയുണ്ട്. അതാണ് ഇവിടെ സൂര്യനെല്ലിയിലുള്ള സ്പെഷ്യൽ. അതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ KSRTCയുടെ ചേച്ചി തന്നെയാണോ എടുക്കുക ഫുള്ള്? KSRTCയുടെ നമ്മുടെ ഇവിടെ കുറെ വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നയാ. അവിടെ മാസത്തിൽ 2 ട്രിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഫുഡ് വേറൊരു അവർ തന്നെ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടു കൊടുക്കും. പിന്നെ അത് ഇവിടുത്തെ ഫ്രഷപ്പ് കാര്യങ്ങൾ 2:30-3 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ കൊളുക്കുമല 4:30 പോയിട്ട് 8:30 തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകും. എല്ലാവരും റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ രാവിലത്തെ ഭക്ഷണം എത്തിയിട്ടുണ്ടായിരുന്നു. നൂലപ്പവും വെള്ളയപ്പവും മുട്ട റോസ്റ്റും പിന്നെ ചായയും ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ കറിയും ഉണ്ട് കേട്ടോ മുട്ട റോസ്റ്റിന് പകരമായിട്ട്. അങ്ങനെ ഫുഡും കഴിച്ച് ചെക്കൗട്ടും ചെയ്ത് നമ്മൾ ബസ്സിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും കൊളുക്കുമല ട്രിപ്പിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൊളുക്കുമലയിലെ സൂര്യോദയം തന്നെയാണ്. അപ്പോൾ ആരും വന്നിട്ട് സൂര്യോദയം കാണാതെ പോവരുത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നാം ഇതെല്ലാം റിയൽ ആണോ, ഇങ്ങനെ തന്നെയാണോ അവിടെ എന്നൊക്കെ. സത്യമായിട്ട് ഞാൻ പറയാം, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ.
നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട സംഭവം തന്നെയാണ് ഇത്. ഞങ്ങളുടെ കൊളീഗ്സ് സായിപ്പുമാര് അവിടുന്ന് വണ്ടിയും വിളിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റും ഫോറസ്റ്റും കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മുടെ നാട്ടുകാർ ഇത് കണ്ടില്ല എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വെറും 2000 രൂപയ്ക്കാണ് KSRTC ഈ ഒരു ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഫുഡും ട്രാവലും ജീപ്പ് സഫാരിയും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ എന്താ പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. ഇനി വേറൊരു കാര്യമാണ്, ഒറ്റയ്ക്കുള്ളവർ എങ്ങനെ പോകുമെന്നുള്ളത്. സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് ഈ KSRTCയുടെ ഈ ഉല്ലാസയാത്ര എന്ന് ഞാൻ പറയുന്നത്. കാരണം അതിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അവർക്ക് ആരും കൊണ്ടുപോകാനോ ഇല്ല. പക്ഷേ അവർക്ക് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. വെറും തുച്ഛമായ ഈ ഒരു റേറ്റിൽ നമുക്ക് പോയി കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് കാണുക തന്നെ ചെയ്യണ്ടേ. അടുത്തത് നമ്മൾ പോയത് ആനയിറക്കൻ ഡാമിലേക്കാണ് കേട്ടോ. ഈ പേര് വരാൻ കാരണം ആന ഇവിടേക്ക് വെള്ളം കുടിക്കാൻ വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പാക്കേജിൽ ഇതേപോലത്തെ 3-4 വ്യൂ പോയിന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ ഇറക്കി വിടുമ്പോൾ തന്നെ പറയും ഇത്ര നേരത്തിനുള്ളിൽ നിങ്ങൾ എത്തണം എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം പോയി കാണാം, ഫോട്ടോ എടുക്കാം. അടുത്തത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ, ഇത്ര ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാവും, പിന്നെ കുണ്ടും കുലുക്കും ബ്രേക്ക് പിടുത്തവും ഒക്കെ ആയിട്ടെന്ന്. പക്ഷേ ഈ ചേട്ടൻ വളരെ നൈസായിട്ടാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. നമ്മള് ചതുരംഗപ്പാറയിലേക്കാണ് പോയോണ്ടിരിക്കണേ. കാറ്റാടിപ്പാടത്താണ് എത്തിയിരിക്കണേ. ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് ഈ വട്ടെങ്കിലും എനിക്ക് ഫ്രണ്ടിലിരിക്കണം. സോ ആ ഫ്രണ്ടിലിരിക്കും ഗൈസ്. ആരും പേടിക്കണ്ട, ഞാൻ അവിടെ ഉണ്ട്. എന്നെ മൂത്തുണി വരട്ടെ, മുന്നോട്ട് വരട്ടെ. അങ്ങനെ ചതുരംഗപ്പാറയിലേക്കുള്ള ജീപ്പിലേക്ക് ഒരാളും കൂടി വേണം, എന്നാലാണ് വണ്ടി പോകുള്ളൂ എന്നാണ് പറയണേ. ഇപ്പൊ എത്ര പേരായി നമ്മള്? വേണ്ട. ഈ ഒരു ഓഫ് റോഡ് യാത്ര നമ്മൾ കുളുക്കുമലയിൽ പോയ അത്രയ്ക്കും കഠിനം എന്നൊന്നും പറയാനില്ല കേട്ടോ. സാധാരണ ഒരു ജീപ്പ് യാത്ര, ഒരു ചെറിയൊരു ഓഫ് റോഡുള്ള ഒരു യാത്ര, അത്രയ്ക്കേ ഉള്ളൂ. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്ന വിൻഡ് മിൽസ് കാണാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വിൻഡ് മിൽസ് എന്താണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. അതായത് കാറ്റാടി യന്ത്രം. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കമ്പം തേനി ഭാഗമല്ലേ തമിഴ്നാട്ടിലെ, ആ ഭാഗം നമുക്ക് മുകളിൽ നിന്ന് കാണാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു മൂടൽമഞ്ഞ് വന്ന കാരണം കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ പോകുന്നത് പാലക്കാട് ഡിപ്പോയിൽ നിന്നും ഉല്ലാസയാത്ര വന്നതാണ്. സോ KSRTC കുറേ അധികം പുരോഗമിച്ച് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന 2 കുട്ടികൾക്ക് വയ്യാതെ ആയിട്ടോ. അപ്പോൾ അവർ 2 പേര് തന്നെയൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെ തന്നെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. അതേപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സായിട്ടോ. അപ്പോൾ യാത്രക്കാരൊക്കെ തന്നെ അവസാനം ഹോട്ടലിൽ കയറി നമുക്ക് വിളമ്പി തരുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് വിളമ്പി തരുന്ന ചേട്ടനൊക്കെ നമ്മളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്ന യാത്രക്കാരൻ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അങ്ങ് കമ്പനിയായി. പിന്നെ ഇത് നമ്മുടെ ഉച്ചത്തെ ഫുഡാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാറും പപ്പടും ഒക്കെ കൂട്ടിയിട്ട് ചോറും പ്ലസ് 2 മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇനി അടുത്തത് പൊന്മുടി ഡാമിലേക്കാണ് പോയോണ്ടിരിക്കണേ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് നേരം ഈ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സമയം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും തേയിലത്തോട്ടത്തിൽ നിന്നിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് ട്രിപ്പ് ഫുൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടന്മാരുടെ പേരൊന്ന് പറയോ? ഡ്രൈവർ അൻസാർ തിരുവമ്പാടി. ഡ്രൈവർ ചേട്ടൻ ഈ ചേട്ടനാണ് കേട്ടോ. കണ്ടക്ടർ ഡോൾബി മേലൂർ. യെസ്. അപ്പൊ എന്തായാലും നല്ല പച്ചപ്പിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. അപ്പൊ നന്നായി പച്ച പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്തു ഞങ്ങളുടെ തേയിലത്തോട്ടത്തിൽ നിന്നിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പൊന്മുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാമിന്റെ അവിടെയാണ്. നല്ല താഴ്ചയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഈ ഡാമിന്റെ അവിടെ വെച്ചിട്ടാണ് ആസിഫ് അലി ചാടിയത്. ഏത് സിനിമയില്? ഓർഡിനറി സിനിമയില്. അപ്പോൾ
അത് നടന്ന സ്ഥലമാണ്. നല്ല മുത്തം വെയിലാണ്. രാവിലെ നല്ല തണുപ്പായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ നല്ല മുത്തം വെയിലാണ്. ഇവർ ഫുള്ള് നടക്കുന്ന പ്ലാനാണോ മുത്തുനി? നമ്മൾ ഫുള്ള് നടക്കുന്നുണ്ടോ? മിച്ചറൊക്കെ ആയിട്ട് അമ്മയും അപ്പനും കൂടി നടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പറയുന്ന പൊന്മുടി ഡാം. ഈ ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 12 പേര് അവരെ ജീവൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ നിർമ്മാണ സമയത്ത് വർക്കിന് വന്ന 12 പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് KSRTC തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് പഴംപൊരി പ്ലസ് ചായ ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് ഈ ഡാമിൻ്റെ അങ്ങേയറ്റം വരെ നടക്കാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഈ ചായയും കടിയും കഴിച്ചിട്ട് ബസ്സിൽ കയറിയിരുന്നാൽ മതി. കാരണം ഈ ബസ് നമ്മുടെ ആ ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് പോവുക. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞോടുകൂടി എല്ലാവരുടെ മുഖത്തും ചെറിയൊരു വിഷമമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ടൂറ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണല്ലോ. എന്നാലും വിഷമിക്കാനൊന്നും തന്നെയില്ല. കാരണം നമ്മുടെ KSRTC ഇനിയും കുറേ ടൂറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാന്തല്ലൂര്, മൂന്നാർ, അങ്ങനെയൊക്കെ. സോ നമുക്ക് ഇനിയും ടൂർ പോകാവുന്നതേ ഉള്ളൂ KSRTCയിൽ. അപ്പോൾ വേറൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കാറിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ KSRTCയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. കാരണം തലേദിവസം ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോട്ടെ. അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.